ചിരിക്കാൻ വരുന്നത് ചിരിക്കാനായിട്ടൊന്നുമില്ല. ഒരു ട്രാജഡി ഫിലിം. സൂപ്പർ കോമഡി. മനോജ് കെ ജെ കൊള്ളാം, സുധീഷ് സുരേഷിന്റെ കൊള്ളാം, അടിപൊളി. ജഗദീഷ് കൊള്ളാം, എല്ലാരും കൊള്ളാം, ആരും മോശം എന്ന് പറയാൻ പറ്റില്ല. ചിരിക്കാനായിട്ട് കുറെ ഫൺ ഉണ്ടായിരുന്നു. ഒരു സുധീഷൊക്കെ അടിപൊളിയായിട്ട് നല്ല ചിരിക്കാനൊക്കെ ഉണ്ട്. നല്ല സിനിമയായിരുന്നു. കുഴപ്പമിരിക്കാനും ഉണ്ട്, കഥയും ഉണ്ട്, നല്ലതായിരുന്നു. ഒരുപാടുണ്ട്. ജഗദീഷ് പഴയ നടനല്ലേ, നല്ല നടൻ, സന്തോഷമുണ്ട്. പുതിയ മെയിൻ ആക്ടർ നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ടിട്ട് നമുക്ക് ഈ പുതിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നന്നായിരുന്നു പറയാൻ പഴയ ഒരു തോന്നി. ഒരു എല്ലാരും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നന്നായിട്ട് കോമഡിയാണ്, അത്യാവശ്യം കോമഡിയാണ്. പഴയ ഒരു ഇത് തന്നെയായിരുന്നു അതിന്. വലിയ ഫണ്ണായിരുന്നു. അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ചെറിയ പോരായ്മകളുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിന്റെ ഒരു എക്സിക്യൂഷന്റെ ലെവലും മറ്റു ബാക്കി കാര്യങ്ങളാവാം അതിന്റെ ചാൻസ് പോയെന്നുണ്ട്. പിന്നെ അതുപോലെ സീനിയർ ആയിട്ടുള്ള വന്ന ആക്ടേഴ്സ് ഒക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. രാജേഷേട്ടൻ പുള്ളിക്കാരൻ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ഒരു പഞ്ചിന്റെ ആ ലെവലിലുള്ള സ്ക്രിപ്റ്റ് വരുന്നില്ല. ആ ലെവലിൽ പുള്ളിക്കാരൻ വരാൻ പറ്റുന്നു, ട്രൈ ചെയ്യുന്നുണ്ട്. ബോറെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷന്റെ ഒരു ഇതില് സ്ക്രിപ്റ്റിന്റെ എക്സിക്യൂഷൻ കുറച്ച് പോരായ്മ ഫീൽ ചെയ്തു പടത്തിൽ. അവരുടെ സൈഡിൽ അവന്റെ റോള് പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു. കാരണം അവർ സീനിയേഴ്സ് ആണ്, അവർക്കറിയാം ഏതൊക്കെ ഫ്രെയിം എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ രീതിക്കൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള രീതിയാണ്. അത് നല്ല രീതിക്ക് പുള്ളിക്കാരൻ കാഴ്ച വെച്ചിട്ടുണ്ട്. ഓവറോൾ എന്താ പറയുക, നമുക്ക് ജസ്റ്റ് കണ്ടിരിക്കാം. പക്ഷെ ഞാൻ ഒരുപാട് ഇത് ചെയ്തിട്ടാണ്, പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ ആ പ്രതീക്ഷേന്റെ അത്ര ഒരു ഇത് വന്നെന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. ഡയറക്ഷൻ്റെ തിരക്കഥേൻ്റെ ഒരു പേര്. കാരണം അവർ ഈ ഒരു ഫ്ലോ എന്നൊരു തിരക്കഥയിലുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ടില്ല. ഒരു പടത്തിന്റെ നട്ടെല്ലെന്ന് പറഞ്ഞ തിരക്കഥയാണ്. നമ്മൾ എത്ര രീതിക്ക് എക്സിക്യൂട്ട് ചെയ്താലും ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ തിരക്കഥ നല്ല രീതിക്ക് വന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഇടയ്ക്ക് സിറ്റുവേഷൻ കുറേ വർക്കുകൾ വരുന്നുണ്ട്. അത് നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു ഫ്ലോ കുറവുണ്ടായിരുന്നു പടത്തിന്റെ. ഇതിന് ഇതായിട്ട് വന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ടെക്നിക്കൽ സൈഡൊക്കെ അവർ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, തിരക്കഥ ഒരു സ്ട്രോങ് ആവാതെ വരുമ്പോഴാണ് കുറച്ച് പോരായ്മകൾ വരുന്നത്. കുഴപ്പമില്ല, കണ്ടിരിക്കാന്നുള്ള പടം. പിന്നെ ചിലയിടത്ത് എനിക്ക് എവിടേക്ക് ഒരു കണക്ഷൻ മിസ്സായെങ്കിലും പിന്നെ ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് നമുക്ക്. സോ അടിപൊളി പടമാണ്, എനിക്ക് മസ്റ്റ് വായിച്ചായിട്ട് തോന്നുന്നത്. ഇന്ന് പ്രധാനമായിട്ട് കോമഡി അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഒരു നമ്മുടെ സൊസൈറ്റി എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ അവിടെ നിന്ന് നാടുവിടുന്ന ഒരു ധീരൻ, ആ ധീരന്റെ കഥയാണ് ഫുള്ള് പറഞ്ഞു പോകുന്നത്. പക്ഷേ ആരുമില്ല എന്ന് ഒരു തോന്നലിൽ നിന്ന് എല്ലാവരും പുള്ളിയുടെ കൂടെ നിൽക്കുകയാണ്. ക്ലൈമാക്സ് ഇഷ്ടമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറഞ്ഞ സിനിമാറ്റോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഡിബേറ്റ് ഡയറക്ടറായ ദേവത്തേട്ടൻ ഇത്രയും ചെയ്തു വെച്ചേക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പുതിയ സംവിധായകന് മേ ബി എല്ലാം കുറവ് വരാം, കൂടുതൽ വരാം. പക്ഷെ ഇത് ന്യൂട്രലായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായത്. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ എടുത്ത് പറയാം, ഓരോരുത്തരും എടുത്ത് പറയുന്നില്ല, എല്ലാവരും അവരുടെ പാർട്ട് കാസ്റ്റ് ആൻഡ് ക്രൂ ഫുൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ആ ജഗദീഷിന്റെ സുധീഷിന്റെ അവരുടെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, റിയലിസ്റ്റിക് ആയിട്ട് ഫുൾ ചെയ്തിട്ടുണ്ട്. ഒരു എടുത്തു പറയേണ്ടത് ഒരു